പത്തനംതിട്ട അടൂരിൽ +2 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന് പരാതി 9 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ 5 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. 7ാം ക്ലാസ് മുതൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്നാണ് വെളിപ്പെടുത്തൽ. CWC കൗൺസിലിംഗിന് ഇടെയാണ് പീഡന വിവരം പുറത്തുവന്നത്. പ്രതികളിൽ ചിലരുമായി ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടി പരിചയപ്പെട്ടത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, മറ്റൊരു പീഡന വാർത്ത മലയാളികളെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച സംഭവം ആണ്. അതിന് പിന്നാലെ ഇതാ മറ്റ് ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു. അതാകട്ടെ 9 പേർ പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ പ്രതികൾ പ്രായപൂർത്തിയായവർ ആണോ? എന്താണ് അവരുടെ വിശദാംശങ്ങൾ? അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഒരു പീഡന കേസ് പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്ത 62 പേരാണ് പ്രതികളായിട്ടുള്ളത്. അതിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സമാനമായ രീതിയിൽ ഒരു പീഡന കേസ് കൂടി പുറത്തു വരുന്നു. +2 വിദ്യാർത്ഥിയെ അടൂരിൽ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ 5 പേർ അറസ്റ്റിലായിരിക്കുന്നത്. കേസിൽ 9 പേരാണ് നിലവിലുള്ളത്. 7ാം ക്ലാസ് മുതൽ പെൺകുട്ടി പീഡനത്തിനിരയായെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ 5 പേരെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. 4 പേരെ ഇനിയും പിടികിട്ടാനുണ്ട്. പെൺകുട്ടി സ്കൂളിൽ നടത്തിയ കൗൺസിലിനിടയിലാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ആ വെളിപ്പെടുത്തലോടുകൂടി തന്നെ CWCU ഇത് പരാതിയായി പോലീസ് നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഈ പ്രതികളിൽ ചിലരുമായി പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാം വഴി ചില പരിചയമുണ്ടായിരുന്നു. ആ പരിചയം മുതലെടുത്താണ് ഇത്തരം പീഡനം ഉണ്ടായതെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രതികൾക്കായുള്ള 4 പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് അതായത് ശശിനാരായണൻ, ഇവിടെയും ഈ സമൂഹ മാധ്യമങ്ങൾ തന്നെ വില്ലനാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിനൊക്കെ തീർച്ചയായും സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പീഡനം ഉണ്ടാവുന്നത്. അത് സ്വാഭാവികമായും ഈ നമ്മൾ പോക്സോ കേസാണ് പലതും പുറത്തു വരുന്നത്. പെൺകുട്ടികളുമായി ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ പരിചയപ്പെട്ടതിനു ശേഷം ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് സുഹൃത്തുക്കൾ ഇരയാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പുതിയ വാർത്തകൾ വരുന്നത്. സമാനമായ ഒട്ടനവധി കേസുകൾ ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പത്തനംതിട്ട പെൺകുട്ടി പീഡിപ്പിച്ച കേസിലും ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാം വഴിയും ഒക്കെയാണ് പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ് ഈ കേസിലെ പ്രതികളായിട്ടുള്ളത്. അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. 2 പ്രതികൾ മാത്രമാണ് അടൂരിലെ പീഡന കേസിൽ ഇനി അറസ്റ്റിലാവാനുള്ളത്. അവർക്കായുള്ള ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറപ്പെടുവിച്ചു. എന്തായാലും അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടൂരിലും സമാനമായ രീതിയിൽ +2 വിദ്യാർത്ഥി പീഡനത്തിന് ഇരയായിരിക്കുന്നത്. 7ാം ക്ലാസ് മുതൽ ഈ പെൺകുട്ടി നിരന്തരം പീഡനത്തിന് ഇരയായി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. CWC ആണ് ഇത് സംബന്ധിച്ച് പരാതി പോലീസ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും 4 പേർക്ക് പ്രതികളിൽ 4 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ പരാതി കൃത്യമായി പോലീസ് ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി പീഡനങ്ങൾ ഉണ്ടാകുന്നത് അതായത് സോഷ്യൽ മീഡിയ വഴി, അതായത് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചതിലൂടെയുള്ള ചില കാര്യങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ പെൺകുട്ടികൾ പീഡനത്തിന് ഇരയാവുന്നു എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അത്തരം ഒരു അന്വേഷണം പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയൊക്കെ നടത്തുന്നുണ്ട്. ഈ 5 പേര് ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. 4 പേരാണ് ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുള്ളത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ശശിനാരായണൻ.